ക്രൈസ്തവർ ഏറെ പീഡിപ്പിക്കപ്പെടുന്ന നൈജീരിയയിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ തട്ടിക്കൊണ്ടുപോകപ്പെട്ട വൈദികരുടെ എണ്ണം 200-ലധികമെന്ന് റിപ്പോർട്ട്. ലോകത്തെ നടുക്കുന്ന ക്രൈസ്തവ വിരുദ്ധതയുടെ കണക്കുകൾ പുറത്തുവിട്ട് എയ്ഡ് ടു ദി ചർച്ച് ഇൻ നീഡ്. ക്രൈസ്തവ വിരുദ്ധ പീഡനങ്ങൾ കൊണ്ട് കുപ്രസിദ്ധിയാർജിച്ച നൈജീരിയയിൽ 10 വർഷത്തിനിടെ സായുധധാരികൾ തട്ടിക്കൊണ്ടുപോയത് 200-ലധികം വൈദികരെ. എയ്ഡ്സ് ടു ദി ചർച്ച് ഇൻ നീഡ് എന്ന പൊന്തിഫിക്കൽ സംഘടനയാണ് വിശദമായ പഠനത്തിനൊടുവിൽ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. 2015-നും 2025-നും ഇടയിൽ 212 വൈദികരെ അക്രമികൾ തട്ടിക്കൊണ്ടുപോയതായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. രാജ്യത്ത് തട്ടിക്കൊണ്ടുപോകപ്പെട്ട 212 വൈദികരിൽ 183 പേരെ മോചിപ്പിച്ചിട്ടുണ്ട്. അതേസമയം 12 പേരോളം കൊല്ലപ്പെട്ടു. തടവിലായ ശേഷം തങ്ങൾ അനുഭവിച്ച ആഘാതവും പരിക്കും സഹിക്കവയ്യാതെ 3 പേർ പിന്നീട് മരിച്ചതായും ACN റിപ്പോർട്ട് ചെയ്തു. ക്രൈസ്തവ വിശ്വാസികൾക്കും വൈദികർക്കും ഒരുപോലെ ഭീഷണിയായ രാജ്യമാണ് നൈജീരിയ എന്ന വസ്തുതയെ ഒരിക്കൽ കൂടി സ്ഥിരീകരിക്കുകയാണ് പുതിയ റിപ്പോർട്ട്. നൈജീരിയയിലെ 59 രൂപതകളിൽ കുറഞ്ഞത് 41 രൂപതകളിലെങ്കിലും വൈദികരെ തട്ടിക്കൊണ്ടുപോയ സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4 വൈദികർ ഇപ്പോഴും തടങ്കലിൽ തുടരുകയാണ്. ഡിസംബർ 25-ന് നൈജീരിയൻ സർക്കാരിന്റെ പിന്തുണയോടെ അമേരിക്കൻ സൈന്യം രാജ്യത്തെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. നിരപരാധികളായ ക്രിസ്ത്യാനികളെ ക്രൂരമായി ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ആക്രമണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.